ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം, ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്കു വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ ഒരു വർഷത്തോളമായി വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് ഈ കൊച്ചു പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിലൂടെ ഈശോ അവിടുത്തെ തിരുഹൃദയത്തെ കൂടുതൽ സ്നേഹിക്കാനും അതിൽ നിന്നുള്ള കരുണയെ സ്വീകരിക്കുവാനുള്ള കൃപ വിശുദ്ധ കുർബാന വഴി നൽകിക്കൊണ്ടിരിക്കുന്ന ഭാഗ്യത്തെ ഓർത്ത് ആദ്യമേ തന്നെ ഞാൻ തിരുഹൃദയനാഥന് നന്ദി പറയട്ടെ. ഈശോയുടെ അനന്തമായ കരുണയെ പ്രകടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ കരുണയിലേക്കും സ്നേഹത്തിലേക്കും നമ്മെ എല്ലാവരെയും ചേർത്ത് നിർത്താൻ പ്രേരകമാക്കുന്ന ഒരു കുഞ്ഞു പ്രാർത്ഥനയാണിത്. തിരുഹൃദയ ഭക്തി വെറും ഒരു അനുഷ്ഠാനത്തിനപ്പുറം നമ്മുടെ ഹൃദയത്തെ തൊടുന്ന, പൊള്ളുന്ന ഒരു അനുഭവമായി നമുക്ക് മാറുമ്പോഴാണ് മുറിക്കപ്പെട്ട ആ ഹൃദയത്തിൻ്റെ സ്നേഹം യഥാർത്ഥത്തിൽ നമ്മിൽ നിറഞ്ഞു കവിയുന്ന ഒരു വികാരമായി നമുക്ക് മാറുന്നത്. ഇന്നത്തെ ആധുനിക ലോകം നമ്മെ പഠിപ്പിക്കുന്നത് പെർഫെക്റ്റ് ആകാനാണ്, വിജയിക്കാനാണ്, വേഗത്തിൽ ഓടുവാനാണ്. എന്നാൽ നമ്മുടെ തകർച്ചകളോടും കുറവുകളോടും പോരായ്മകളോടും ഇല്ലായ്മകളോടും കൂടി നമ്മെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ടെന്നാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരേ ഒരു അഭയകേന്ദ്രമാണ് ക്രിസ്തുവിൻ്റെ തുറക്കപ്പെട്ട ഹൃദയം. ഇവിടെ കണക്ക് കൂട്ടലുകളില്ല, മുൻവിധികളില്ല, മുറിവേൽപ്പിക്കലുകളുമില്ല. കണക്കറ്റ സ്നേഹം നൽകി, കാരുണ്യത്തിൻ്റെ കരുതൽ നൽകി, മുറിവിണക്കുന്ന സ്നേഹത്തോടെ മാടി വിളിക്കുന്ന ഹൃദയം, അതാണ് ഈശോയുടെ തിരുഹൃദയം. കാരണം എല്ലാവർക്കും വേണ്ടി മുറിവേറ്റവനാണ് അവൻ, എല്ലാവർക്കുമായി പകുത്തു നൽകിയവനാണ് അവൻ. ജാതി മത വർണ്ണ വർഗഭേദങ്ങൾക്കപ്പുറം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ക്രിസ്തുവിൻ്റെ തിരുഹൃദയം. പാപത്താൽ അടപടലം ചെളിക്കുണ്ടിലാണോ നീ ഇപ്പോൾ? പേടിക്കണ്ട, നീ വിശ്വാസത്തോടെ ഒന്ന് നോക്കിയാൽ മതി ആ തിരുച്ചെങ്കിലേക്ക്. പുണ്യതയുടെ പൂമാനത്തിലേക്ക് അവൻ നിന്നെ എടുത്തുയർത്തും. നിരാശയുടെ നീർക്കുഴിയിലാണോ നീ ഇപ്പോൾ? ഭയപ്പെടേണ്ടെന്നേ. സ്നേഹത്തോടെ അവിടുത്തെ തിരുഹൃദയത്തിലേക്കൊന്ന് നോക്കിയാൽ മാത്രം മതി. പ്രത്യാശയുടെ പ്രഭാതത്തിലേക്ക് അവൻ നിന്നെ കൂട്ടിക്കൊണ്ടുവരും. ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്വന്തമായി നാം മാറണം. എപ്പോഴും അവനോട് ചേർന്നിരിക്കാനുള്ള ഒരു കൊതി നമുക്കുണ്ടാകണം. അങ്ങനെ മാറിയാലേ തിളച്ചുമറിയുന്ന ജീവിത പ്രതിസന്ധികളിലും തിളക്കമുള്ളൊരു ജീവിതയാത്ര നടത്താൻ നമുക്ക് കഴിയും. അലകടൽ പോലെയാണ് നമ്മുടെ മനസ്സെങ്കിലും അതിജീവനത്തിൻ്റെ ഒരു തോണിയുമായി അവൻ നമ്മുടെ മാനസക്കടലിൽ ഓടിയെത്തും. ഒരിക്കൽ കൂടി നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞാൻ അങ്ങയിൽ മാത്രം ശരണപ്പെടുന്നു. ആമേൻ.